ഇന്ന് ഞാൻ റവ വെച്ചിട്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കണേ. അപ്പോൾ റവ കൊണ്ട് ഉപ്പുമാവ് എല്ലാവർക്കും അറിയും, പക്ഷേ ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യണേ. നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ റവ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് കാണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാന് ചൂടാക്കി അതിലേക്ക് 2 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വറുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ റവ വറവായി കിട്ടും. നല്ലൊരു മണം വരും. ആ ഒരു സമയത്താണ് കേട്ടോ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് റവ വറവായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഈ ചൂടായ പാനിലിട്ടാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി വറുത്ത റവയിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ വേറൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അതാണ് ചേർക്കുന്നത്. അതും ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ നിലക്കടലയാണ്. നിലക്കടല ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലയ്ക്ക് പകരമായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ആ ഒരു സമയം തന്നെ നമ്മുടെ കടുകും പൊട്ടി വരും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു കളറായിട്ടുണ്ട്. കരിഞ്ഞു പോകരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് ഞാൻ ഒരെണ്ണം ചെറുതായിട്ട് മുറിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിൽ 3 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് പാലാണ്. ആകെ 4 കപ്പാണ് വെള്ളം വേണ്ടത്. അതിൽ 3 കപ്പ് വെള്ളം, 1 കപ്പ് പാലും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാലിതിലേക്ക് ചേർത്താൽ പാലിൻ്റെ ഒരു ഫ്ലേവറും വരില്ല, പക്ഷേ നമ്മുടെ റവ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലിലേക്ക് നേരിട്ട് ചിലപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവയിൽ ഉപ്പിട്ട് കൊടുത്തത്. ഇത് കണ്ടോ, നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മുടെ ഉപ്പുമാവ് എത്ര സോഫ്റ്റായിട്ട് കിട്ടി എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് സാമ്പാറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.